ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഒരു വസ്തു വാങ്ങുന്നവരും വിൽക്കുന്നവരും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. ഈ കാര്യം അറിയുന്നവർ ഒരുപാടുണ്ടാവാം. അവരിത് മൈൻഡ് ചെയ്യേണ്ട, തട്ടി നീക്കി കളയാം. എന്റെ ചാനലിന്റെ പേര് റിയൽ എസ്റ്റേറ്റ് വയനാട് LCA എന്നാണ്. ഇത് സെർച്ച് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ കാണാം. ഞാൻ പറയാൻ വരുന്ന വിഷയം, നമ്മളൊരു വസ്തു വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ നമുക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏജന്റുമാരെ അന്വേഷിക്കാറുണ്ട്. ഏജന്റുമാർ മുഖേനയാണ് നമ്മളൊരു ഭൂമി വാങ്ങുന്നതും വിൽക്കുന്നതും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ വസ്തു വാങ്ങാനും വിൽക്കാനും ഉള്ള അധികാരപ്പെട്ട യൂണിയൻ കാർഡുള്ള മെമ്പർഷിപ്പുള്ള വരിസംഖ്യ അടയ്ക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. പല ആളുകൾക്ക് ഈ ഒരു കാര്യം അറിയില്ല. നമുക്കൊരു വസ്തു വേണ്ട അവസരത്തിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു ഏജന്റിന്റെ അടുത്ത് പോയി പറയുന്നു, എനിക്ക് ഭൂമി വേണം അല്ലെങ്കിൽ ഒരു വസ്തു വേണം എന്ന് പറയുന്നു. അവരെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിപ്പിക്കുന്നു. പക്ഷെ അവര് യൂണിയനിൽ ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ എന്ന് നമ്മൾ അറിയുന്നില്ല. ആയതുകൊണ്ട് തന്നെ നമ്മൾ ചതിയിൽപ്പെട്ട് കഴിഞ്ഞാൽ, ചതിക്കപ്പെടാൻ 100 കാരണങ്ങളുണ്ട്. ചതിയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനോ അതിൽ ആ ചതി അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനോ ഉള്ള ഒരു നടപടി ഉണ്ടാവുകയില്ല. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കീഴിലും വസ്തുവിൽപ്പന ഏജന്റുമാരായുള്ള യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ KLCA എന്ന ഒരു സംഘടന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 25,000-ഓളം ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യൂണിയനും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു സ്വതന്ത്ര സംഘടനയാണ്. ഈ സംഘടനയുള്ള ഏതെങ്കിലും ഏജന്റിന്റെ ഒപ്പമാണ് നമ്മൾ പോയി ഭൂമി കച്ചവടം ചെയ്യുന്നത് എങ്കിൽ അതിന് ഉത്തരവാദിത്വം ഉണ്ടാകും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേതാക്കന്മാരോട് നമുക്ക് പറഞ്ഞാൽ അതിന് പ്രതിവിധിയും ഉണ്ടാകും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പകുതി വിജയിച്ചു. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാൻ കഴിയില്ല, കാരണം ഇത് കുറെ ലെങ്ത് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു വിഷയം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇത് വോളിയമായിട്ട് 2-3 ഘട്ടമായിട്ട് ഇതിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ അംഗീകാരമുള്ള യൂണിയനിൽപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരോട് കൂടെ പോയി ഭൂമി വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുക. എങ്കിൽ നമ്മൾ ചതിക്കപ്പെടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ കാര്യം ഇതിനെക്കുറിച്ച് ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. എന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ അമർത്തിക്കൊണ്ട് കൂടുതൽ ഫോളോവേഴ്സിനെ കൊണ്ടുവരിക. ഹായ്, ഓക്കെ, എന്റെ അടുത്ത വോളിയത്തിൽ കാണാം.